നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി CPM. ഫ്ലക്സ് വെച്ചത് സംബന്ധിച്ച് CPM പ്രവർത്തകന്റെ കുറ്റസമ്മത ശബ്ദ സന്ദേശം പുറത്ത്. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താൻ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് KV അബ്ദുൽ ഖാദർ. അന്നമനട പാറക്കടവിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ അഗ്നിബാധ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. ദേശീയപാത തിരുവത്രയിലെ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. വെള്ളക്കെട്ടിന് കാരണം കാനകൾ അടഞ്ഞുകിടന്നത്. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് സമീപം ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട വെള്ളക്കെട്ടിനിടയാക്കുമെന്ന ആശങ്ക. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. നേർച്ചയൂട്ടൊരുക്കുന്നത് 1,00,000 പേർക്ക്. വാർത്തകളിലേക്ക് വിശദമായി. വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച CPM നേതാവ് CCTV ക്യാമറയിൽ കുടുങ്ങി. CPM വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം അരവശ്ശേരി മുഹമ്മദാണ് CCTV ക്യാമറയിൽ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് KC വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച KC നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് സംബന്ധിച്ച് വാടാനപ്പള്ളി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകി. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ഉമ്മൻചാണ്ടിയുടെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ KCക്ക് അനുകൂല ഫ്ലക്സ് വെച്ച CPM നേതാവ് മുഹമ്മദ് അരവശ്ശേരിയുടെ CCTV ദൃശ്യം പുറത്തുവന്ന സാഹചര്യത്തിൽ തൃശൂർ DCCയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന്റെ ജീർണതയാണ് ഇത് കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടി അവരുടെ നിലപാട് വ്യക്തമാക്കണം. ജനമനസ്സുകളിൽ CPMന് സ്ഥാനം നഷ്ടപ്പെട്ടു. CPMന്റെ ഗ്രൂപ്പിസമാണ് ഇതിലൂടെ പുറത്തുവന്നത്. ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെ കാണാൻ കഴിയില്ലെന്നും ഇത്രയും പരസ്യമായി പാർട്ടി ഗ്രൂപ്പിൽ പറയണമെങ്കിൽ നേതൃത്വം അറിയാതെ ഒന്നും നടക്കില്ലെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. വാടാനപ്പള്ളിയിൽ KC വേണുഗോപാലിന് അദ്ദേഹത്തിൻ്റെ ഫ്ലക്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറവാശ്ശേരി മുഹമ്മദ്, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈന മുഹമ്മദിൻ്റെ ഭർത്താവാണ്. അവർ വയ്ക്കുന്നത് എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വയ്ക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ദീപ്തസ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്നുള്ളത്. തലയിൽ മുണ്ടിട്ടിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെയാണ് വെളിപ്പെടുത്തുന്നത്. എന്നാൽ നല്ലവരായ CPMകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു UDFനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ഇപ്പം ചെയ്യുന്നത് ഈ പരാജയത്തിൽ വിളറി പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല CPMകാരല്ല, മോശം CPMകാരാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് ഈ കാര്യത്തെ പോലീസ് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഇതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ഫ്ലക്സ് വിവാദത്തിൽ മുഹമ്മദ് അരവശ്ശേരിയെ തള്ളി CPM. വാടാനപ്പള്ളിയിലെ ഫ്ലക്സ് വിവാദത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു CPM ജില്ലാ സെക്രട്ടറി. KCക്ക് അനുകൂല ഫ്ലക്സ് വെച്ചത് തെറ്റായ നടപടിയാണെന്നും പാർട്ടി അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇത്തരമൊരു തർക്കത്തിൽ തങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തോട് വിശദീകരണം തേടുമെന്നും നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. വാടാനപ്പള്ളിയിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതി ഞങ്ങൾ ചർച്ച ചെയ്തു. വളരെ തെറ്റായൊരു നടപടിക്രമമാണ്. ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇത്തരമൊരു തർക്കത്തിൽ ഞങ്ങൾ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അപ്പോൾ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിശദീകരണം തേടും. നാട്ടിക ഏരിയ കമ്മിറ്റി തുടർ നടപടികൾ സ്വീകരിക്കും. ഇക്കാര്യം അവരോട് ചർച്ച ചെയ്യണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി തർക്കത്തിൽ CPIM ഒരു കക്ഷിയല്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്. കോൺഗ്രസ് തീരുമാനമെടുക്കേണ്ട കാര്യത്തിൽ ഒരു കാരണവശാലും ഞങ്ങളുടെ പാർട്ടി അഭിപ്രായം പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി നയത്തിന് വിരുദ്ധമായിട്ടാണ്
അവിടെ അങ്ങനെ പാർട്ടിയിലെ അംഗമായിട്ടുള്ള ഒരാൾ, അദ്ദേഹം ഇപ്പോൾ പുതുതായിട്ട് മെമ്പർഷിപ്പിൽ വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായ നടപടി ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അത് തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ അറിയിക്കുകയാണ്. അന്നമനട പാറക്കടവിൽ കിടക്ക നിർമ്മാണ കമ്പനിയിൽ വൻ അഗ്നിബാധ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. എറണാകുളം ജില്ലാ അതിർത്തിയായ പാറക്കടവിലെ ANA മാട്രസിന്റെ ലാമിയർ യൂണിറ്റിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു തീപിടുത്തം. അരയേക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയുടെ എല്ലാ ഭാഗത്തും അഗ്നി പടർന്നു. സ്പോഞ്ച്, തുണി എന്നിവയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളായതിനാൽ തീപിടുത്തത്തിന് ആക്കം കൂടി. രക്ഷാപ്രവർത്തനം ദുഷ്കരമായി. ചാലക്കുടി, മാള, പുതുക്കാട്, ആലുവ എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. 4 മണിക്കൂറോളം നീണ്ടുനിന്ന അഗ്നിബാധയിൽ കമ്പനിയിലെ എല്ലാ സാധനങ്ങളും കത്തിച്ചാമ്പലായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. കൊരട്ടി കുലയിടം സ്വദേശി നൈച്ചേരി അമീറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കമ്പനി. 20ഓളം ജീവനക്കാരുമുണ്ട്. 8 വർഷത്തോളമായി മികച്ച രീതിയിലായിരുന്നു കമ്പനിയുടെ പ്രവർത്തനം. കിടക്കയ്ക്ക് പുറമെ സോഫ, കസേര എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ശക്തമായ മഴയിൽ ദേശീയപാത തിരുവത്രയിലെ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. ഞായറാഴ്ച രാത്രി പെയ്ത മഴയിലാണ് തിരുവത്ര ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് വെള്ളക്കെട്ടിലകപ്പെട്ടത്. ദേശീയപാതയിൽ കാനകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം അടഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ആരോപണം. മഴക്കാലം വരുന്നതോടെ സ്ഥിതി രൂക്ഷമാവുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. എത്രയും വേഗം വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് തെക്ക് ഭാഗത്തെ ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട വലിയ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്ന ആശങ്ക. ശക്തമായ മഴ പെയ്താൽ പുള്ള്, അന്തിക്കാട്, കോൾപ്പാടശേഖരങ്ങളിൽ നിന്നും KLDC കനാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ഹൈലെവൽ കനാലിലെ കൂറ്റൻ മൺതിട്ടയിൽ തടഞ്ഞ് ഒഴുകിപ്പോകാനാകാതെ കെട്ടിക്കിടക്കുമെന്നും ഇതുമൂലം മണലൂർ പഞ്ചായത്തിലെ 5, 6, 7 വാർഡുകളിലെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലകപ്പെടുമെന്നും പ്രദേശവാസികൾ പറയുന്നു. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കാൻ KLDC അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം നടക്കും. തിരുനാൾ ദിവസം രാവിലെ മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. 1,00,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. ഒല്ലൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിയുക്ത MLA K. രാജന് സ്വീകരണം നൽകി. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തന മികവിന്റെ അംഗീകാരമാണ് ഈ വിജയമെന്ന് K. രാജൻ പറഞ്ഞു. ഇനിയുള്ള 5 വർഷവും മണ്ഡലത്തിലെ എല്ലാവരുടെയും MLA പ്രവർത്തിക്കാൻ കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് എടക്കുന്നി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KR ഔസിഫ്, ജാക്സൺ ജോസ്, മേജറ്റ് ജോണി തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. French Dairy Pistachio Kunafa Bar. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. രംഗാവിഷ്കാരത്തിലൂടെ നാടകത്തിന്റെ ദൗത്യം സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിലും പ്രിന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ നാടകമെന്ന സാഹിത്യം വായനയ്ക്കും പഠനത്തിനും ഗവേഷണത്തിനും ഗുണപരമായി ഉപയുക്തമാകുമെന്നും അതൊരു ചരിത്രപരമായ ദൗത്യമായി മാറുമെന്നും എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ അഭിപ്രായപ്പെട്ടു. 31 വർഷം മുൻപ് അന്തരിച്ച കഴിമ്പറം വിജയന്റെ പുസ്തക രൂപത്തിലാക്കിയ 2 നാടകങ്ങൾ എഴുത്തുകാരൻ ബക്കർ മേത്തലയ്ക്ക് നൽകി പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രൊഫസർ KU അരുണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിജയൻ സ്മാരക സമിതി ചെയർമാൻ RI സക്കരിയ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ KR കിഷോർ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, സുധി പൊക്കാഞ്ചേരി, സ്നേഹ ലിജി, നജീബ് ബാബു, ജെസ്സി അന്തിക്കാട് തുടങ്ങിയവർ പങ്കെടുത്തു.
ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം ആഘോഷിച്ചു. പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും 3 ഗജവീരന്മാർ അണിനിരുന്ന കാഴ്ചശീവേലിയും നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിൽ കൈകൊട്ടിക്കളിയും അന്നദാനവും ഉണ്ടായിരുന്നു. മൊബൈൽ റീലുകളുടെ കാലത്തും രാമകൃഷ്ണന് ടേപ്പ് റെക്കോർഡിനോടാണ് പ്രിയം. 100 കണക്കിന് മൊബൈൽ ക്യാമറകളിലൂടെ റീലുകൾ ചിത്രീകരിക്കുന്നതിനിടെ പഴമയുടെ പെരുമ കൈവിടാതെ ഇപ്പോഴും തുടരുകയാണ് രാമകൃഷ്ണൻ. തിരുവല്ലാമലയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ബൈക്ക് യാത്രക്കാരൻ കയറമ്പാറ സ്വദേശി അരുൺ സായിയാണ് മരിച്ചത്. തിരുവല്ലാമല കുത്താമ്പള്ളി റോഡ് ആലിഞ്ചോടിന് സമീപമായിരുന്നു അപകടം. കൂടെ സഞ്ചരിച്ചിരുന്ന 20 സ്വദേശി പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് നഗരസഭ പരപ്പിൽ താഴം ട്രഞ്ചിംഗ് ഗ്രൗണ്ട് MCF ഗോഡൌണിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. ഹരിതകർമ്മസേന പ്രവർത്തകരാണ് പാമ്പിനെ കണ്ടത്. തുടർന്ന് സ്നേക് ക്യാച്ചർ വീരാൻകുട്ടിയും സഹായി ഹംസക്കുട്ടിയും ചേർന്ന് പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറി. വെള്ളിക്കുളങ്ങര മുതൽ വിറ്റിലപ്പാറ വരെയുള്ള മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട KSEB അധികൃതർക്ക് ഭാരവാഹികൾ നിവേദനം നൽകി. സംഘടനാ പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. കോലഴി പഞ്ചായത്ത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമിത ഷാജി അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുധീഷ്, OM ഷാജു, ജെസ്സി ലോനപ്പൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞിയിൽ പുതിയ അടയ്ക്ക വിപണിക്ക് തുടക്കമായി. കേരളത്തിലെ പ്രസിദ്ധമായ പഴയ പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റ് നിർത്തലാക്കിയപ്പോൾ നിശ്ചലമായത് രാജ്യം മുഴുവൻ അറിയപ്പെട്ടിരുന്ന പഴഞ്ഞിയുടെ പ്രൗഢിയായിരുന്നു. മാർക്കറ്റിലെ പരിചയസമ്പത്തുള്ള കച്ചവടക്കാരുമായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയാണ് പുതിയ മാർക്കറ്റിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയത്. പഴയ മാർക്കറ്റിന്റെ തൊട്ടടുത്തു തന്നെയാണ് പുതിയ മാർക്കറ്റും. പഴഞ്ഞിയിലെ അടയ്ക്ക മാർക്കറ്റിന്റെ വിപണിയെ ആശ്രയിച്ച് പണിയെടുത്തിരുന്ന തൊഴിലാളികളുടെ പ്രതീക്ഷ കൂടിയാണ് ജനപ്രതിനിധികളുടെ ഇടപെടലിലൂടെ സാധ്യമായത്. പഴഞ്ഞിയിലെ പഴയ മാർക്കറ്റിൽ അടയ്ക്ക വ്യാപാരം നിലച്ചതോടെ അടയ്ക്ക വ്യാപാരികൾ അടയ്ക്ക വിറ്റഴിക്കാൻ പാലക്കാടിലെ ചാലിശ്ശേരിയിലേക്കും മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തേക്കും പോകേണ്ട സ്ഥിതിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അടയ്ക്ക വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വാർഡംഗം ജിൻസി സജു അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, കുന്നംകുളം. വടക്കാഞ്ചേരി പരുത്തിപ്ര കയറ്റത്തിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ പത്താമല സ്വദേശി വിൽസൺ, കാർ യാത്രിക കിള്ളിമംഗലം സ്വദേശി ലിസി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും ചേലക്കര ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും എതിർദിശയിൽ വരികയായിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലേക്ക് തെറിച്ചുപോയ ഓട്ടോറിക്ഷ സമീപത്ത് നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു. അപകടത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് സമീപം 3 കാറുകളും ബൈക്കും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്ന കാർ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലൂടെ പോവുകയായിരുന്ന മറ്റു വാഹനങ്ങളിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഹായ്, ഫിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ഫിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ഫിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകും ഫിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ.
വീണ്ടും വാർത്തകളിലേക്ക്. സാഹിത്യകാരനും തിരക്കഥാകൃത്തും അഭിനേതാവുമായിരുന്ന മാടമ്പ് കുഞ്ഞുകുട്ടൻ 5ാം ഓർമ്മദിനം കിരാലൂർ മാടമ്പ് മനയിൽ ആചരിച്ചു. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ ചെയർമാൻ വടക്കുംപാട് നാരായണൻ അധ്യക്ഷനായി. പ്രശസ്ത കവി വി മധുസൂദനൻ നായർ കഥ പറച്ചിലിന്റെ ഭാരതീയ വഴികൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. മലയാള തിരക്കഥയുടെ പൈതൃകം എന്ന വിഷയത്തിൽ സംവിധായകരായ സത്യൻ അന്തിക്കാട്, ലാൽ ജോസ് എന്നിവരും, തിരക്കഥയുടെ പരിണാമം എന്ന വിഷയത്തിൽ ശ്യാമപ്രസാദ്, മുരളി ഗോപി എന്നിവരും സംസാരിച്ചു. കിഷൻ മാടമ്പ്, ഡോക്ടർ ശ്രീകല, റിയ അരവിന്ദ്, ജയൻ തെക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രിട്ടനിലെ പ്രാദേശിക കൗൺസിലിൽ ഗുരുവായൂർ സ്വദേശി. ബ്രിട്ടനിലെ പ്രാദേശിക കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ലണ്ടനിലെ ഈസ്റ്റ് ഫിഞ്ചിൽ നിന്നും മമ്മിയൂർ സ്വദേശി അജിത് ദാസ് മേനോനെ ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്തു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ചില്ലയുടെ വാർഷികാഘോഷവും കുടുംബസംഗമവും നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. LP വിഭാഗം പ്രധാന അധ്യാപിക PS ജ്യോതി ശ്രീവേണി മുഖ്യാതിഥിയായി. NSS സംസ്ഥാന അവാർഡ് ജേതാവ് ശലഭ ശങ്കറിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ഭാരവാഹികളായ രഘു രാമത്ത്, MA അനീഷ്, സഹജാത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്തിലെ 17ാം വാർഡിൽ ചേലൂർമന റോഡിൽ മാസങ്ങളായി ശുദ്ധജലം പാഴായി പോയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ജൽജീവൻ പദ്ധതിക്കായി പൈപ്പിടാനായി റോഡ് പൊളിച്ചതിനെ തുടർന്നാണ് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചിരുന്ന കുടിവെള്ള പൈപ്പ് തകർന്നതെന്ന് സമീപവാസിയായ നെടുങ്ങാട്ട് വീട്ടിൽ പരമേശ്വരൻ പറഞ്ഞു. ഒരു തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വന്ന് പോയതല്ലാതെ പൈപ്പ് നന്നാക്കാനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നും സമീപവാസികൾ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നെല്ലങ്കര മുക്കാട്ടുകര യൂണിറ്റിന്റെ 4ാം വാർഷികം ആഘോഷിച്ചു. മുക്കാട്ടുകര പൂശ്ശേരി സ്ക്വയറിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KS സുധീഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ, ഒല്ലൂർ മണ്ഡലം ട്രഷറർ CA ബാബു, ഒല്ലൂർ മണ്ഡലം കൺവീനർ CR ശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ആര്യ ഐക്കർ ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ ക്യാമ്പും നടന്നു. മാർ തിമോത്തിയോസ് ചാരിറ്റബിൾ ആശുപത്രിയുടെ നേതൃത്വത്തിൽ IMA ബ്ലഡ് ബാങ്കിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും മരുന്ന് വിതരണവും നടന്നു. രാമഭക്ത സംഗമത്തിന് മുന്നോടിയായി ഗുരുവായൂരിൽ ദ്വിദിന മോഹിനിയാട്ടം ശില്പശാലയ്ക്ക് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും ഗുരുവായൂർ സായി സഞ്ജീവിനി ട്രസ്റ്റും സംയുക്തമായാണ് 15, 16, 17 തീയതികളിലായി രാമഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത്. 50ഓളം പഠിതാക്കൾക്കായി പ്രസിദ്ധ നർത്തകി കലാമണ്ഡലം കവിതാ കൃഷ്ണകുമാറാണ് ശില്പശാല നയിക്കുന്നത്. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഓട്ടൻതുള്ളൽ ആചാര്യൻ മണലൂർ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. പ്രസീത ബൈജു, സംവിധായകൻ വിജീഷ് മണി, ബാബുരാജ് കേച്ചേരി, സജീവൻ നമ്പ്യത്ത്, അരുൺ സി നമ്പ്യാർ, സബിത രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാനി റജി, V അനൂപ്, രതി ജനാർദ്ദനൻ, ബിന്ദു അജിത് കുമാർ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, SC പ്രൊമോട്ടർ MM അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം മാള യൂണിയനിലെ തിരുത്തമഠത്തുമ്പടി ശാഖയുടെ 50ാം വാർഷികം ആഘോഷിച്ചു. സാംസ്കാരിക സമ്മേളനം യൂണിയൻ സെക്രട്ടറി CD ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KS സജീവ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് PK സാബു, വൈസ് പ്രസിഡന്റ് രജീഷ് മാരിക്കൽ, യൂണിയൻ കൗൺസിലർ സുബ്രൻ ആലമറ്റം, ശാഖാ സെക്രട്ടറി NN വിനോദ്, യൂണിയൻ മുൻ സെക്രട്ടറി AN സുഭാഷിതൻ, KS മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വെള്ളം ശക്തമായി പുറത്തേക്ക് ഒഴുകുന്നതിനാൽ റോഡ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡിലേക്ക് തെറിച്ചു വീഴുന്ന ചരലുകളും കല്ലുകളും മൂലം ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീണ് അപകടങ്ങളുണ്ടാകുന്നുണ്ട്. വിവരം പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പൈപ്പ് നന്നാക്കാനോ റോഡിലെ അപകടാവസ്ഥ പരിഹരിക്കാനോ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ വ്യാപാര ഭവൻ ഹാളിൽ നടക്കുന്ന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ നഗരത്തെ നിരീക്ഷണ ക്യാമറ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരുന്ന കൊടുങ്ങല്ലൂർ സുരക്ഷാ പദ്ധതിയുടെയും വ്യാപാര ഭവനിൽ ആരംഭിക്കുന്ന നൃത്തവിദ്യാലയത്തിന്റെയും ഉദ്ഘാടനം നിയുക്ത MLA OJ ജനീഷിന് സ്വീകരണവും സമ്മേളനത്തിൽ നടക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് NR വിനോദ് കുമാർ, സെക്രട്ടറി TK ഷാജി, ട്രഷറർ KJ ശ്രീജിത്ത്,
പി കെ സത്യശീലൻ, പി ആർ ബാബു, രാജീവൻ പിള്ള, വിനോദ് കക്കറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,945 രൂപ, പവന് 1,11,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വാടാനപ്പള്ളിയിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി CPM. ഫ്ലക്സ് വെച്ചത് സംബന്ധിച്ച് CPM പ്രവർത്തകന്റെ കുറ്റസമ്മത ശബ്ദ സന്ദേശം പുറത്ത്. പാതിരാത്രിക്ക് ബോർഡ് വെച്ചതുകൊണ്ട് 102ന്റെ ശോഭ കെടുത്താൻ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ഫ്ലക്സ് ബോർഡ് വെച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് KV അബ്ദുൽ ഖാദർ. അന്നമനട പാറക്കടവിൽ കിടക്ക് നിർമ്മാണ കമ്പനിയിൽ അഗ്നിബാധ, ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പ്രാഥമിക നിഗമനം. ദേശീയപാത തിരുവത്രയിലെ സർവീസ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. വെള്ളക്കെട്ടിന് കാരണം കാനകൾ അടഞ്ഞുകിടന്നത്. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിന് സമീപം ഹൈലെവൽ കനാലിൽ രൂപപ്പെട്ട മൺതിട്ട വെള്ളക്കെട്ടിനിടയാക്കുമെന്ന ആശങ്ക. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. നേർച്ചയൂട്ടൊരുക്കുന്നത് 1,00,000 പേർക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.